രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സീതാസ്വയംവരം നമ്മൾ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ടു. ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും വിവാഹം നാം നേരിട്ട് കണ്ടിട്ട് അതിൽ പങ്കാളികളായി തീരുകയും ചെയ്തു. രാമൻ്റെയും സീതയുടെയും വിവാഹം നടന്ന ഉടനെ തന്നെ ലക്ഷ്മണകുമാരൻ്റെയും ഊർമിളയുടെയും വിവാഹം നടന്നു. ഭരതൻ്റെയും മാണ്ഡവിയുടെയും വിവാഹം നടന്നു. ശത്രുഘ്നൻ്റെയും ശ്രുതകീർത്തിയുടെയും വിവാഹവും നടന്നു. എല്ലാവരും വളരെയേറെ സന്തോഷിച്ചു. ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണെന്ന് ജനക മഹാരാജാവിന് ആ സമയത്ത് പൂർണ്ണമായ ബോധ്യവും വന്നു. ഭക്തിയോടുകൂടിയിട്ട് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നത്, രാമനെ സ്തുതിക്കുന്നത് നമ്മൾ അവിടെ കേൾക്കും. ജനക മഹാരാജാവ് പറഞ്ഞു, ത്വൽ പാദാംബുജ ഗളിതാംബു ധാരണം കൊണ്ട് സൽപ്പമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രം പദം. അങ്ങയുടെ പാദമാകുന്ന താമരപ്പൂവിൽ നിന്നിട്ട് പ്രവഹിക്കുന്നതായ അമ്പു ജലം അത് ധരിച്ചിട്ട്, ഗംഗയാണ് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് പ്രവഹിക്കുക, ആ ഗംഗയെ ധരിച്ചിട്ട് ഈ ലോകം കണ്ട സൽപുരുഷന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന മഹാബലി ഭഗവത് അനുഗ്രഹത്താൽ ഇന്ദ്രപദവിയെ കൈവരിച്ചു. അല്ലയോ രാമ, അങ്ങയുടെ പാദത്തിൻ്റെ ആ പവിത്രത കൊണ്ട് ബ്രഹ്മാവ് അനുഗ്രഹീതനായി തീർന്നു. ലോകസൃഷ്ടിക്ക് അദ്ദേഹം കരുത്തനായി തീർന്നു. ശ്രീ രുദ്രനും അങ്ങയുടെ അനുഗ്രഹത്താലാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലോകത്തെ ഉപസംഹരിക്കുക എന്നുള്ളതായ കർത്തവ്യം ചെയ്യുവാൻ കരുത്തനായിത്തീരുന്നത്. അങ്ങനെ മൂർത്തിത്രയങ്ങളും സമസ്ത ദേവന്മാരും ഋഷിവര്യന്മാരും സജ്ജനങ്ങളുമെല്ലാം അങ്ങയാൽ പവിത്രീകൃതരായിത്തീരുന്നു. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്ന് മോക്ഷത്തെയും പ്രാപിക്കുന്നു. അങ്ങയുടെ നാമം നിരന്തരം കീർത്തിച്ചിട്ട് ഭക്തിയോടുകൂടി സകല പ്രകാരത്തിലുമുള്ളതായ ബന്ധനങ്ങൾ, വാസനാത്മകമായ ബന്ധനങ്ങൾ, കർമ്മബന്ധനങ്ങൾ, അതിൽ നിന്ന് വിമുക്തരായി തീർന്നിട്ട് ഈ ലോകത്തിൽ എല്ലാ ജീവരാശിക്കും ലഭിക്കേണ്ടതായിട്ടുള്ള പരമപവിത്രമായ മോക്ഷപദത്തെയും പ്രാപിക്കുന്നു. എല്ലാവർക്കും ശ്രേയസ് പകരുന്ന അല്ലയോ രാമ, അങ്ങയ്ക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. രാമനെ പരമാത്മാവെന്ന് തിരിച്ചറിഞ്ഞ് സ്തുതി ചെയ്യുന്ന ജനക മഹാരാജാവിൻ്റെ വാക്കുകൾ നമുക്കെല്ലാവർക്കും ആ പരമാത്മാ പദവിയെ വ്യക്തമാക്കി തരുന്നതാണ്, മനസ്സിലാക്കി തരുന്നതാണ്. അത് കഴിഞ്ഞു എല്ലാവരും സസന്തോഷം ജനകപുരിയിൽ വസിച്ചു. ഇനി അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണം. മടങ്ങുന്നതിന് മുമ്പായിട്ട് പിതാവ് ജനക മഹാരാജാവ് തൻ്റെ പുത്രിക്ക് സീതയ്ക്കും അതേപോലെ തന്നെ ഊർമിളയ്ക്കും മാണ്ഡവിക്കും ശ്രുതകീർത്തിക്കും പതിവ്രതാധർമ്മങ്ങൾ ഉപദേശിക്കുന്ന സംഭവമുണ്ടായി. നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ
ഒരു പതിവ്രത എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ സകല ദർശനങ്ങളും ജനക മഹാരാജാവ് തൻ്റെ പുത്രിമാർക്ക് നൽകി, സീതയ്ക്ക് നൽകി. വളരെ വിശദമായിട്ട് വാൽമീകി രാമായണത്തിൽ നമുക്ക് ആ ഉപദേശം കേൾക്കാം. അതെല്ലാം കൂടി സംഗ്രഹിച്ചിട്ട് കാളിദാസൻ അഭിജ്ഞാനശാകുന്തള നാടകത്തിലെ 4-ാം അംഗത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമ്മെ ഒറ്റ ശ്ലോകത്തിൽ കേൾപ്പിക്കുന്നുണ്ട്. അഭിജ്ഞാനശാകുന്തള 4-ാം അംഗത്തിലാണ് ശകുന്തള ഹസ്തിനാപുരത്തേക്ക് പോകുന്നത്, ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക്. ശകുന്തളയെ അങ്ങോട്ട് മാതാവായ ഗൗതമിയോടൊപ്പം സഹോദരസ്ഥാനീയരായിരിക്കുന്ന ശാർഗരവ ശാരദ്വതന്മാരോടൊപ്പം അയക്കുന്നത് പിതാവായ വളർത്തച്ഛനായിരിക്കുന്ന കണ്വ മഹർഷിയാണ്. ആ അവസരത്തിൽ അദ്ദേഹം ശകുന്തളയ്ക്ക് കൊടുക്കുന്നതായ ഉപദേശം ജനക മഹാരാജാവിൻ്റെ ഉപദേശത്തിൻ്റെ സംഗ്രഹം തന്നെയാണ്. കാലം എത്ര മാറിയാലും, ദേശം എത്ര മാറിയാലും, ലോകം എത്ര മാറിയാലും ഈ ഉപദേശത്തിന് യാതൊരു മാറ്റവും ഭവിക്കുന്നില്ല. എന്നും പ്രസക്തമായിരിക്കുന്ന ഉപദേശം ഒരു പെൺകുട്ടിയെ അതുവരെ വളർന്നതായ മാതൃ പിതൃ ഗേഹത്തിൽ നിന്ന്, ആ ചുറ്റുപാടുകളിൽ നിന്ന്, ആ അന്തരീക്ഷത്തിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക്, പുതിയൊരു ചുമതലയിലേക്ക് എത്തിച്ചേരുകയാണ്. പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ ഘട്ടമാണത്. ഇപ്പോൾ വളരെയേറെ ചുമതലകളുണ്ട്. പുതിയ വീട്ടിൽ എത്തിച്ചേരുന്ന അവസരത്തിൽ കുടുംബിനിയായിട്ടാണ് എത്തിച്ചേരുന്നത്. അതുവരെ അച്ഛനമ്മമാർ എല്ലാ കാര്യങ്ങളും നോക്കും. ഒരു കുട്ടിയെപ്പോലെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ സന്മാർഗം പഠിച്ചും സദ്ഗ്രന്ഥങ്ങൾ പഠിച്ചും നാമം ജപിച്ചും പൂജാദികൾ അനുഷ്ഠിച്ചും അങ്ങനെ സ്വതന്ത്രമായി കഴിയുന്ന സാഹചര്യമാണ് ബാല്യം. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ വലിയൊരു ചുമതലയിലായെത്തിപ്പെടുന്നത്. ശ്രീരാമചന്ദ്രൻ രാജകുമാരനാണ്, അയോധ്യയിലെ കിരീടാവകാശിയാണ്, നാളെ കിരീടം വയ്ക്കേണ്ടയാളാണ്. ആ അവസരത്തിൽ രാമൻ്റെ വാമഭാഗമായിരിക്കുന്ന സീത ആ ഒരു തലത്തിലേക്ക് ഉയരണം. ഭാവിയിലെ മഹാറാണിയാണ്, ഇപ്പോൾ അയോധ്യയിലെ രാജകുമാരിയാണ്. അങ്ങനെയുള്ളൊരാളിന് വേണ്ടുന്നതായ ശിക്ഷണം വാക്കുകളിലൂടെ ജനകം നൽകുകയാണ്. ശുശ്രൂഷസ്വ ഗുരുൻ, ഗുരുജനങ്ങളെ, ഭർത്താവിൻ്റെ അച്ഛനമ്മമാരെ, അതേപോലെ തന്നെ അധ്യാപകരെ, ബഹുമാനിക്കേണ്ടതായ മുതിർന്ന ആളുകളെ, ബന്ധുജനങ്ങളെ, എല്ലാവരെയും ശുശ്രൂഷിക്കുക. അവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരിക്കലും അവരെ നിഷേധിക്കരുത്. എല്ലാ കാലത്തെയും വധുക്കൾക്ക് നൽകാൻ ഭാരതത്തിൻ്റെ കൈവശം ഇരിക്കുന്നതായ ഏറ്റവും വലിയ ഉപദേശമാണിത്. ശുശ്രൂഷസ്വ ഗുരുൻ കുരു പ്രിയസഖീവൃത്തിം സപത്നീജനെ. ഭർത്താവിൻ്റെ വീട്ടിൽ എത്തിച്ചേരുമ്പോഴേക്കും അവിടെ ധാരാളം സ്ത്രീകളുണ്ടാകും സമപ്രായക്കാരായിട്ട്. ഇത് ശകുന്തളയോട് കണ്വൻ പറയുന്ന വാക്യമായിട്ടാണ് കാളിദാസൻ നിബന്ധിച്ചിരിക്കുന്നത്. ശകുന്തള ഹസ്തിനാപുരത്ത് എത്തിച്ചേരുന്നത് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലാണ്. ദുഷ്യന്തനാണല്ലോ ശകുന്തളയുടെ ഭർത്താവ്. ദുഷ്യന്തൻ രാജാവാണ്, അദ്ദേഹത്തിന് അനേകം പത്നിമാർ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിനുള്ളിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ദുഷ്യന്തൻ്റെ മറ്റ് പത്നിമാരും ശകുന്തളയും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സപത്നി എന്നുള്ള വാക്കുകൊണ്ട് വ്യക്തമാക്കി തീരുന്നത്. ആ സപത്നിമാരോട് മാത്സര്യം പാടില്ല. അവരോട് ഏറ്റവും പ്രിയപ്പെട്ടതായ കൂട്ടുകാരിയോടെന്ന പോലെ പെരുമാറണം. ഇന്ന് സപത്നിമാരില്ല, എങ്കിലും ഈ ഉപദേശത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ധാരാളം സ്ത്രീകളുണ്ടാവും, ഭർത്താവിൻ്റെ ബന്ധുജനങ്ങൾ, അതേ സഹോദരിമാർ, അതേ ഭർത്താവിൻ്റെ സഹോദരൻ്റെ പത്നിമാർ, ഇങ്ങനെ അനേകം പേര് പുതിയ ഒരു ബന്ധുമണ്ഡലം അവിടെ ഉണ്ടാവുകയാണ്. അവരോടെല്ലാം വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, ആദരവോടു കൂടിയിട്ട്, കൂട്ടുകാരിയോടെന്ന പോലെ പെരുമാറണം. ഒരിക്കലും ആരോടും
ഒരു പ്രകാരത്തിലുമുള്ളതായ അനിഷ്ടം ഹൃദയത്തിൽ പോലും വച്ച് പുലർത്തരുത്. പലപ്പോഴും കുടുംബത്തിനകത്ത് വഴക്കുണ്ടാകുന്നത് ഈ ഒരു ഉപദേശം ഭംഗിയായി ഹൃദയത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ സപത്നി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുമ്പോഴേക്കും ഉപദേശത്തിൻ്റെ ഗൗരവം നമുക്ക് ലഭിക്കുന്നു. ശുശ്രൂഷസ്വ ഗുരുൻ ഗുരു പ്രിയസഖീവൃത്തിം സപത്നീജനെ ഭർത്തോർ വിപ്രകൃതാവി രോഷണതയാ മാസ്മ പ്രദീപം ഗമ. അഥവാ ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ അല്പമൊന്ന് ശുണ്ഠിയെടുത്ത് ദേഷ്യപ്പെട്ട് പെരുമാറിയെന്നിരിക്കട്ടെ, എങ്കിലും ഭർത്താവിനോട് കോപിക്കരുത്. കോപിച്ചിട്ട് അതുപോലെ തന്നെ തിരിച്ച് പ്രവർത്തിച്ചു കളയരുത്. അത് ഏറ്റവും ശ്രദ്ധാപൂർവമായി ഓർക്കേണ്ടതായ കാര്യം. കുടുംബത്തിൻ്റെ ഭദ്രത അത് സ്നേഹബന്ധത്തിലാണ് നിലനിൽക്കുന്നത്, വിരോധത്തിലല്ല. വിരോധം കുടുംബബന്ധത്തെ തകർക്കും. അതുകൊണ്ട് അഥവാ ഭർത്താവ് അനിഷ്ടം പ്രവർത്തിച്ചാലും സ്നേഹത്തോടുകൂടി തന്നെ തിരിച്ചു പെരുമാറണം. ഭൂയിഷ്ടം ഭവദക്ഷിണാപരിജനെ. പരിജനങ്ങൾ, ആശ്രിതരായിട്ടുള്ള ജനങ്ങൾ. ആ പുതിയ വീട്ടിൽ ധാരാളം ആശ്രിത ജനങ്ങളുണ്ട്, ജോലിക്കാരായിട്ട് സഹായികളായിട്ട് ഒക്കെയുണ്ട്. അവരോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവളായിരിക്കണം. അവർ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ്. അവർക്ക് ജീവിതത്തിൽ വേണ്ടുന്നതായ സൗഖ്യവും വേണ്ടുന്നതായ പദാർത്ഥങ്ങളും ഒക്കെ നൽകി അവർക്ക് ജീവിതത്തിൽ ആനന്ദകരമായിരിക്കുന്ന ഒരു പ്രതീക്ഷ നൽകി, അങ്ങനെ ഒരു അന്തരീക്ഷം നൽകി അവരെ എപ്പോഴും സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയിട്ട് സംരക്ഷിക്കണം. അതാണ് ഭൂയിഷ്ടം ഭവ ദക്ഷിണാപരിജനെ. ഇങ്ങനെ ജീവിക്കുമ്പോഴേക്കും കുടുംബത്തിൽ ഐശ്വര്യം ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരും. അങ്ങനെ ഐശ്വര്യം വന്നു ചേരുന്നതെല്ലാം ഭഗവത് അനുഗ്രഹമാണ്. അതിലൊരിക്കലും അഹങ്കരിച്ചു പോകരുത്. വിജയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴേക്കും പലരും അഹങ്കരിച്ചു പോകും. അഹങ്കരിച്ചു കഴിഞ്ഞാൽ പതനമാണ് ഭയം. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. അതാണ് ഭാഗ്യേഷു അനുത്സേകിനി. ഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോഴേക്കും ഒരിക്കലും അതിൽ അഹങ്കരിക്കരുത്. ഇങ്ങനെ ആരാണോ തൻ്റേതായിരിക്കുന്ന ആ കർത്തവ്യത്തെ നിർവഹിക്കുന്നത് അവരെല്ലാം യാന്തിയേവം ഗൃഹിണീപദം. ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന പെൺകുട്ടികൾ, വധുക്കൾ, അവർ ഉത്തമ കുലീനകളായിട്ടുള്ള കുലവധുക്കളായി മാറുന്നു. അതിന് വിപരീതം പ്രവർത്തിച്ചു കഴിഞ്ഞാലോ, വിപരീതം പ്രവർത്തിച്ചാൽ അവർ കുടുംബത്തിൻ്റെ ആധികളായി മാറും. അടുത്ത കാലത്ത് നമുക്കറിയാം, കുടുംബങ്ങളെല്ലാം പണ്ടത്തെ പോലെ ബലിഷ്ടമല്ല. ധാരാളം ഡൈവേഴ്സ് നടക്കുന്നതായ ഒരു യുഗമാണ്. അത് ഒരു ഫാഷനായി വരെ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു തലത്തിൽ എത്തിപ്പെടാത്തത് ഈ പ്രകാരത്തിലുള്ളതായ അന്തരീക്ഷം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിലാണ്. ഭാഗ്യം കൊണ്ട് ഭാരതത്തിൽ ഭൂരിപക്ഷം ആളുകളും ഈ അന്തരീക്ഷത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. ഇത് വധുവിന് നൽകുന്ന ഉപദേശമായിട്ട് നമ്മൾ രാമായണത്തിൽ കേൾക്കുന്നു, അതേപോലെ ശാകുന്തളത്തിൽ കേൾക്കുന്നു. വധുവിന് നൽകുന്ന ഉപദേശം മാത്രമല്ല ഇത്, പിന്നെയോ ഭർത്താവിന് നൽകുന്ന ഉപദേശം കൂടിയാണ്. ഭർത്താവിൻ്റെ അതേ സാഹചര്യത്തിൽ ഇതിൻ്റെ എല്ലാം അർത്ഥം നാം ഗ്രഹിക്കണം. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് രണ്ടുപേരും, ഭർത്താവും ഭാര്യയും തമ്മിലുള്ളത് പരസ്പര ബഹുമാനം, ആദരം, അത് സുപ്രധാനമാണ്. അതിനാൽ ശകുന്തളയുടെ സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഇത് ദുഷ്യന്തന് ബാധകമല്ല എന്ന് വരുന്നില്ല. ദുഷ്യന്തനും ഇതേ പ്രകാരത്തിൽ ബാധകമാണ്. അതേപോലെ തന്നെ സീതയ്ക്ക് കൊടുത്ത ഉപദേശം രാമനും ബാധകം തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ഭാര്യാഭർത്താക്കന്മാർക്കും ഒരുപോലെ ബാധകം തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാർ എല്ലാ പ്രകാരത്തിലും തുല്യരാണ്. അങ്ങനെ തൻ്റെ മകൾക്ക് പതിവ്രതാധർമ്മമെല്ലാം വഴിപോലെ ഉപദേശിച്ചു. എന്നിട്ട് യാത്രയാക്കുകയാണ്. വളരെയേറെ സമ്പത്ത് വാരിക്കോരി നൽകി. അയോധ്യയിൽ സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ജനക മഹാരാജാവ് അതീവ സമ്പന്നനല്ലാഞ്ഞിട്ടല്ല. പക്ഷേ തൻ്റെ പുത്രി ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോഴേക്കും പുത്രിയോടും പുത്രിമാരോടും അതേപോലെ തന്നെ
അവരെ വിവാഹം കഴിച്ച ആ യുവാക്കളോടും ആ കുടുംബത്തോടും ആ നാട്ടിനോടുമുള്ളതായ ആദരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനകൻ വളരെയേറെ സമ്പത്ത് കൂടി നൽകിയാണ് അവിടെ നിന്ന് അയക്കുന്നത്.